സ്കൂളൊക്കെ തുറന്ന് എൻ്റെ കൂട്ടുകാർ ബാക്ക് ടു ആ ട്രാക്കിലേക്ക് വീണോ? ഞാൻ ദേ വീഴുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിലേക്കായിട്ടാണ്. കാലത്ത് എണീറ്റിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ആ ബെഡിൽ ഇങ്ങനെ കിടക്കില്ലേ, അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മുടെ ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അത് നമ്മുടെ ശ്രീകുട്ടൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ തന്നെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. ഇനിയിപ്പോ പഴയ പോലെ തന്നെ ആ കാലത്ത് എണീക്കുന്നു, നമ്മൾ കുറച്ചു നേരം ഇവിടെ വന്ന് നിൽക്കുന്നു, ആ ദിവസത്തിലത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രിബിളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ദിവസത്തിലേക്ക് മടങ്ങുന്നു. യാന്ത്രികമായിട്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷെ അറ്റ് ലാസ്റ്റ് ആ ദിവസത്തിന്റെ അവസാനം നമുക്ക് തോന്നാറില്ലേ, ഇന്നലെ കഴിഞ്ഞ പോലെ അല്ലല്ലോ നമ്മുടെ ഇന്നത്തെ ദിവസമായിരുന്നത്, കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നല്ലോ എന്ന്. അത് നമ്മളാക്കണതാണ് കേട്ടോ. നമുക്ക് ഓരോ ദിവസം അങ്ങനെ ബെറ്റർ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം. അങ്ങനെ കാലത്ത് എണീറ്റ് കുറച്ചു നേരം മഴയൊക്കെ കണ്ട് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങുകയാണ്. ചെറിയൊരു മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങൾ. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒരു ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ ഇച്ചിരി വെള്ളം കൊടുത്ത് പിന്നെ അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് വെജ് മെനു ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് ചെറിയൊരു മ്ലാനത കാണാം. നോൺ വെജ് കൂട്ടിയിട്ടാണ് ശ്രീകുട്ടൻ ഭക്ഷണം കഴിക്കാറുള്ളത് കേട്ടോ. വെജ് നന്നായി കഴിക്കുന്നുണ്ടെങ്കിലും ഒരു കഷ്ണം നോൺ വെജ് ആ ചോറ് പാത്രത്തിൻ്റെ സൈഡിലായിട്ട് കിട്ടണം, എങ്കിലേ അവൻ കഴിക്കാറുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലത്ത് തന്നെ നന്നായിട്ട് വയറ് നിറച്ച് ചോറ് കൊടുത്ത് വിടും. ഉച്ചയ്ക്ക് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്കുകളാക്കും. അത് കഴിഞ്ഞ് പിന്നെ സ്നാക്കിന് വേറെ ഒരു ടൈമുണ്ട്, അതിലും അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ വെച്ച് അങ്ങനെയാണ് ഇത്ര നാളും പോയിക്കൊണ്ടിരുന്നത്. ഇനി പതുക്കെ പതുക്കെ ചോറ് കൊടുത്ത് പഠിപ്പിക്കണം എന്നാണ് വിചാരിക്കണത് കേട്ടോ. ഇത് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടവൽ ഹോൾഡറാണ്. നല്ല സംഭവമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിൽ തുടയ്ക്കുന്ന പരിപാടി ഉണ്ട്. ഈ ഡ്രസ്സുമ്മ ആ രണ്ട് കൈ അങ്ങോട്ട് തുടയ്ക്കും, അപ്പോൾ രണ്ട് സൈഡും കേടാവും. ഇനിയിപ്പോൾ അത് വേണ്ട, താഴത്തെ അങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തുടയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. നടക്കാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പതിവ് പോലെ തന്നെ ഒരു വെടിക്ക് ഒരുപാട് പക്ഷികൾ വീഴുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ചോറ് നമ്മളിതാ ഇതുപോലെ ഇതിലിട്ട് വെച്ചിട്ടേ, അതായത് നമ്മുടെ കലത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോപ്പർ റൂട്ടുള്ള കാരണം കൊണ്ട് അടുക്കളയിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരാൾ കൂടെയുള്ള പോലെയാണെന്ന്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2-3-4 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് നമ്മുടെ കാർവിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നിന്ന് പുളിമുട്ടി പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരനാണ് കേട്ടോ. അപ്പോൾ ഒരൊറ്റ പലക കൊണ്ടുവന്ന് തന്നതാണ്. അവരിത് സെയിൽ ചെയ്യുന്നുണ്ട്. അവരുടെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. കാർവിങ്സ് എന്നാണ് അവരുടെ പേജ്. അവർ ഒരുപാട് വുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് നമ്മുടെ കടയിൽ കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാതെ ഉപയോഗിക്കാനൊരു മടി, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പാത്രം വെച്ചു, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ചോപ്പർ കൂട്ടനെ കൊണ്ട് അടിച്ചെടുപ്പിച്ചിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമ്മുടെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ നല്ല അരിയായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് ഞാൻ അങ്ങോട്ട് ഊറ്റി വയ്ക്കാറാണ് പതിവ് കേട്ടോ. ഉപ്പിട്ടിട്ട്, നമ്മുടെ വീട്ടിൽ ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിക്കുന്നത്. അങ്ങനെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് അതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പൊടികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ദോശമാവാണ് ആ ഒരു പാക്കറ്റിൽ മേടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. അത് ഞാനിങ്ങനെ കുറച്ചും കൂടി നമ്മുടേതായ രീതിയിൽ കുറച്ചും കൂടി അരിയൊക്കെ അരച്ച് ഒന്ന് പുളിയൊക്കെ കുറച്ച് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ മസാല റെഡിയായി. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഈ മസാലയാണ് ഇനി നമ്മുടെ എല്ലാ വിഭവങ്ങളിലേക്കും പോകുന്നത്. നമ്മൾ 3 വിഭവങ്ങളാണ് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് സമയം ഇല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ആദ്യം നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ മസാല ദോശ, നല്ല മൊരിഞ്ഞ ദോശയുടെ ഉള്ളിലേക്ക് ഈ മസാല, അതും നമ്മുടെ എന്താ പറയുക, മല്ലിയില ഇട്ടിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരും. മൈസൂരിൽ നിന്നൊക്കെ കഴിക്കുന്ന മസാലയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. നെയ്യ്. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിന് വെറുതെ തടവിയിട്ട് കാര്യമില്ലല്ലോ, നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ബാറ്റർ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ മസാല ഉണ്ടല്ലോ അതൊന്ന് ഉരുട്ടിയിട്ട് നടുവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്റ്റഫ് ചെയ്തിട്ടുള്ള, അതായത് ഇഡ്ഡലിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള നമ്മുടെ വേറൊരു വിഭവം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ സ്നാക്സ് ബോക്സിലേക്കും ആയി, നമ്മുടെ ലഞ്ച് ബോക്സിലേക്കും ആയി. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാലേ? എന്നെ കൊണ്ട് ഞാൻ തോറ്റുന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ വീട്ടിലും പരിപാടികളുടെ അമ്മമാരെ. എങ്ങനെയെങ്കിലുമൊക്കെ
പണി കഴിക്കും വേണം, അന്ന വിഭവങ്ങൾ വെറൈറ്റി ആക്കും വേണം. ഇപ്പൊ മസാല ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റഫ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ 4 മണിക്ക് എന്തെങ്കിലും ഒരു കടിയാവാം എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തത്. ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് താഴത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അതൊന്ന് എന്താ പറയുക, ഐസൊക്കെ മാറി കിട്ടിയിട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലില്ലാത്ത പീസ് ഉണ്ടല്ലോ, അത് മാത്രം നമുക്കൊന്ന് തിരഞ്ഞെടുത്ത് വെക്കാം. എന്തിനാ? കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി തിരുമ്പിയിട്ടേ ഒരു സെറ്റ് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ ഞാൻ എന്താ ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചിക്കൻ മേടിച്ചിട്ട് ചിക്കനോ മീനോ ആണ് നമ്മൾ കൂടുതലോട് വയ്ക്കുക. ബാക്കി മാംസങ്ങളൊക്കെ കഴിക്കുമെന്നുണ്ടെങ്കിലും കുറവാണ് നമ്മുടെ ഇവിടെ കഴിക്കൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ 2-3 എടുത്ത് വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടൻ വെജിറ്റബിൾസിൻ്റെ ഒപ്പം ഈ ചിക്കനും കൂടി ആകുമ്പോൾ ഭക്ഷണം ചോറൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് പൊക്കോളും. വിശക്കൂല്ല വലിയ കാര്യമായിട്ട് ഉച്ചവരെ ഒന്നും. അപ്പോൾ നമുക്കൊരു സമാധാനമാണ്, വീട്ടിലുള്ളവർക്കൊരു സമാധാനമല്ല, പിള്ളേരൊന്നും കഴിച്ചില്ലല്ലോ. കാരണം ഭക്ഷണം ആണല്ലോ എനർജി എന്ന് പറയുന്നത്. എന്നാലും എല്ലാവരും തലയിലേക്ക് എന്തെങ്കിലും കയറുള്ളൂ. അപ്പോൾ ഞാനിതാകണ്ട ഇതിങ്ങനെ ക്ലിങ്ങർ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 2-3 എടുത്ത് നമുക്ക് വറുത്ത് കൊടുക്കുക വേണ്ടു. കാലത്തന്നെ ചോറ് കൊടുക്കാൻ പാടില്ല, തടി വയ്ക്കും എന്നൊക്കെ പറയുന്ന കമന്റുകൾ കാണാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, പിള്ളേർക്ക് അതൊക്കെ ചലകയാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഞാനേ ഇരുമ്പുളി കുടിച്ചിട്ട് വരാട്ടാ. ഈ കൂറ്റിരുത്തിട്ട് ഇപ്പം എന്തെങ്കിലും പോണേന്ന് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു പപ്പക്കായ പഴുത്തിട്ടുണ്ടായിരുന്നു, അത് ഒരെണ്ണം പൊട്ടിച്ചു. ഈ പപ്പക്കായ കാണുമ്പോൾ നമ്മുടെ ഗുരു സിനിമയിലത്തെ ഇലാമപ്പഴം ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എപ്പോഴും ഓർമ്മ വരും കേട്ടോ പപ്പക്കായ കാണുമ്പോൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കുരു തിന്ന കണ്ണിൻ്റെ കാഴ്ച തെളിയുമെന്ന് ട്രൈ ചെയ്ത് വരെ നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. അങ്ങനെ കുറച്ച് നമ്മുടെ ഇരുമ്പുളിയും പൊട്ടിച്ച് ആ കാടിൻ്റെ അല്ല, നമ്മുടെ നാടിൻ്റെ ആ കഠിനമാർന്ന ആ ഇരുട്ടിനെ ആസ്വദിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കുറച്ച് മതി നമുക്ക് ഇരുമ്പുളി. ഇച്ചിരി പരിപ്പ് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പരിപ്പ് കൂട്ടാനൊക്കെ കഴിച്ച കാലം മറന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ വെറൈറ്റി കറികളാണ്, പനീർ, മഷ്റൂം ഒക്കെ. എനിക്ക് പരിപ്പ് കൂട്ടാൻ കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ചോറുണ്ടില്ലെങ്കിൽ ഞാനൊരു മലയാളി എന്നുള്ള ഫീലേ വരില്ല. അങ്ങനെ നമുക്ക് കുറച്ച് പരിപ്പ് അടപ്പത്ത് ഇട്ടിട്ടുണ്ട്, അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഇരുമ്പുളി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇരുമ്പുളി അച്ചാറിടാൻ വിചാരിച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാ നമ്മുടെ ഇരുമ്പുളിയുടെ കടയിലത്തെ മണ്ണ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ മീൻകൂട്ടാൻ വെക്കാം. അതുപോലെ ഇരുമ്പുളി കൊഴിഞ്ഞ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, ഇരുമ്പുളി എടുത്തിട്ടുണ്ടായിരുന്നു, പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരൊറ്റ വിസിൽ കേട്ടോ. പിന്നെ എൻ്റെ ഭയങ്കര സിമ്പിളാണ് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളികേരം, അതിൻ്റെ ഉള്ളിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അത് ആ ഒരു പരിപ്പ് കൂട്ടാനിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പരിപ്പ് കൂട്ടാൻ ആവി പോകണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാമെന്ന്. ഇതൊക്കെ എനിക്ക് ചേച്ചിമാർ പറഞ്ഞു തരുന്ന ടിപ്പുകളാണ് കേട്ടോ. അതായത് നമ്മളെക്കാളും കുറച്ചും കൂടി മൂത്ത അല്ലെങ്കിൽ അനിയത്തിമാർ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പ്രായക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞുതരും. അപ്പം എടുത്ത പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വയ്ക്കൂ ശ്രീ, അപ്പോൾ കുറച്ചും കൂടി സിമ്പിളാവുന്നു. നമുക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഷൂട്ടിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിട്ട് നമ്മുടെ അടുക്കളപ്പണി അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഷൂട്ടുള്ള സമയത്ത് നമുക്ക് 1.5 മണിക്കൂറൊക്കെ എടുക്കും. കാരണം ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കേണ്ടത്. നമ്മുടെ കോൺസെൻട്രേഷൻ എപ്പോഴും ഇതിൻ്റെ ഈ ക്ലിപ്പിങ്സ് ഇതിൽ ക്യാപ്ചർ ആയോ എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട നമ്മുടെ ആ ഒരു കറി ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കുക. കുറച്ച് വറ്റൽമുളക് ഇട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആ ഒരു മണമൊന്നും പോവാതെ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നേരത്തെ ആ ഒരു മസാല ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. മല്ലിയില ഇട്ടിട്ടുള്ള കട്ട്ലൈറ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതൊക്കെ നമ്മൾ അറിയാതെ ആ പുനരുപ്പിക്കും. ഈ ഒരൊറ്റ സംഭവം ഉണ്ടല്ലോ, ഈ ഒരൊറ്റ മസാല വെച്ചിട്ട് ഇപ്പം നമ്മൾ 3 വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 വിഭവങ്ങളുടെ നമ്മുടെ മുന്നിൽ കാണും ചെയ്യും. എന്നാൽ നമ്മൾ അധികം പണിയെടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മുടെ മസാലയൊക്കെ അതായത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബണ്ണുണ്ടല്ലോ, നമ്മുടെ എന്താടാ പറയുന്നേ, നമ്മൾ പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്ന ബണ്ണ്, അത് എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള പൊടി തയ്യാറാക്കുന്നത്. ബ്രെഡോ അല്ലെങ്കിൽ നമ്മുടെ റസ്കോ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അത് പൊട്ടിച്ച് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് നമ്മുടെ മുട്ടയിലേക്ക് മുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡിൽ ക്രംസിലേക്ക് മുക്കുന്നു. ബ്രെഡ് അത് ബൺ ക്രംസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് അമ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഒരു മൈദ മുക്കിയിട്ട് മൈദയിലേക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡായി നമ്മുടെ ഓയിൽ വൃത്തികേടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ഓയിൽ ഉപയോഗിച്ച് ഞാൻ ഇന്ന് തന്നെ വേറെ എന്തെങ്കിലും ഉപ്പേരിയോ സാധനങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞോളൂ. കുറേ ദിവസത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാണ്ട് വരുള്ളൂ.
വരുള്ളൂ. ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങനെ പൊട്ടയായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. റിമൈൻഡറാണ് അതെനിക്ക്, സമയമായി എന്നുള്ളതിൻ്റെ. നമ്മുടെ കാരണന്മാർ നമ്മളെ പഠിപ്പിച്ചു വെച്ച കുറേ ശീലങ്ങളില്ലേ, പിള്ളേര് 4 മണിക്ക് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ കൊടുക്കണം. ഇവരൊക്കെ നമ്മളതൊക്കെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ നമുക്ക് പണിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചുമ്മാ പറഞ്ഞാട്ടോ. അങ്ങനെ പര നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദേ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കാലത്ത് നേരത്തെ എണീക്കേണ്ടി വരാറുണ്ട് ചില ദിവസങ്ങളിൽ. ശ്രീകുട്ടന് ഒരു 7 മണി 6:55 ആകുമ്പോൾ ഇറങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് വേണം തലേദിവസം കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചോറ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ട് വീണ്ടും ഞാൻ അതൊന്ന് തിളപ്പിക്കും. എന്നിട്ട് നമ്മളത് കയ്യിലോട്ടുകൊണ്ട് ഇങ്ങനെ ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ മസാല ദോശയും അതോടൊപ്പം തന്നെ നമ്മൾ പൊട്ടിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഇലാമാപ്പഴവും. ഇനിയിപ്പോൾ മസാല ദോശ ചിലപ്പോൾ അവൻ കഴിച്ചില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ ഡോറിയോൻ്റെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല, ഇത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ചില ആൾക്കാർ. ഞാൻ എല്ലാം കൊടുക്കാറുണ്ട്. ഞാൻ അവന് കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും അവന് കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്ഥിരമല്ല എന്ന് മാത്രം, മാസത്തിൽ 1-2 വട്ടം ഒക്കെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് കേട്ടോ. ശ്രീകുട്ടൻ സ്കൂളിൽ പോകുന്നേക്കാളും മുന്നേ നിങ്ങൾ അവനെ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കുറേ ആൾക്കാരെങ്കിലും ഇപ്പൊ കണ്ടോ പാൻ്റൊക്കെ എത്തിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് തന്നെ അവൻ വലുതായി എന്നുള്ളത് ഉൾക്കൊള്ളാനൊരു മടി പോലെ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇനിയിപ്പോൾ ഭാഗ്യന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അതൊന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഭാഗ്യൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങും. അപ്പോൾ ഭാഗ്യനും ഞാനും കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഭാഗ്യം ഭയങ്കരമായിട്ട് തടി കുറഞ്ഞല്ലോ ശ്രീന്ന് കുറേ കമൻറ്റുകളായി വരുന്നു. ഭാഗ്യം ചെറുതായിട്ട് നല്ല രീതിയിൽ ഷുഗറൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എക്സസൈസും കാര്യങ്ങളൊന്നും ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഡയറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ആളുടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്സിൽ കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ട് തലേദിവസം തന്നെ അതൊന്ന് സെറ്റാക്കി ഞാൻ പിന്നെ പപ്പക്കായ ബാക്കി ഉണ്ടായിരുന്നല്ലോ അതും കൂടി നമ്മുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് കൊടുക്കും ഭാഗ്യന്. അപ്പോൾ അത് കഴിച്ചോളും ഭാഗ്യൻ. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതും ഭയങ്കര ഹെവി ആയിട്ടുള്ളതുമായ ഒരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ്. ചില ദിവസങ്ങൾ ആപ്പിളിടും പഴമിടും അങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത്. പിന്നെ ദോശ ഞാൻ കുറച്ച് ഭാഗ്യന് ഈ മസാല വെച്ചിട്ടുള്ള ദോശയെക്കാളും നന്നായിട്ട് കട്ടിയിലിരിക്കുന്ന ദോശയില്ലേ നമ്മുടെ തട്ട് ദോശ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ സ്റ്റഫ്ഡ് ഇഡ്ഡലിയും കൂടി കൊടുത്തു. ഈ ഫോണും വിളിച്ച് കാലത്ത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരുപാട് ഓർഡറുകൾ, നമുക്ക് ഹോൾസെയിൽ ബിസിനസ് ആണ്, അത് കാരണം കൊണ്ട് കുറേ ഓർഡറുകൾ ഉണ്ടാവും. അതൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക ഭാഗ്യൻ. അമ്പലത്തിലത്തെ പാട്ടും നമ്മുടെ ആ മഞ്ഞും ഒക്കെ ആയപ്പോൾ വല്ലൂരിൻ്റെ ആ ഒരു ബാക്ക് ടു ട്രാക്കില്ലേ അതെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ശ്രീകുട്ടൻ പുതിയ ബാഗും കൊടയും വടിയും ചെരുപ്പും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂഗോളത്തിൽ ഞാൻ മാത്രമേ എന്നുള്ളൊരു ചിന്തയിലാണ് എൻ്റെ ദിവസം മുന്നോട്ട് പോവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ആ പ്രകൃതിയൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് കാലത്തൊരു കടുപട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇപ്പോൾ ചാനലൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മളെപ്പോഴും 24 hours എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിതൊന്ന് ആസ്വദിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തണമല്ലോ. ഞാൻ മുകളിൽ മഞ്ഞുണ്ട് അത് പോണ് കണ്ടാന്നൊക്കെ പറയണത് നിങ്ങളുടെ അടുത്ത്. അങ്ങനെ ഗംഭീര മഴയോട് കൂടിയിട്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഫുള്ള് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാഗ്യം വന്ന് പറഞ്ഞ് നമുക്ക് ശാന്തി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. നമ്മുടെ രമേശ് ചേട്ടനുണ്ടല്ലോ, രമേശ് ചേട്ടന് പനി പിടിച്ചിരിക്കുക. പനി പിടിച്ച ആളുടെ കൗണ്ട് നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ രമേശ് ചേട്ടനെയൊക്കെ കണ്ട് രമേശ് ചേട്ടനോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആൾ ഓക്കെ കേട്ടോ, വീട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷെ നമ്മൾ പോയ ദിവസത്തെ കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൊടകര ശാന്തിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാനൊരു ചേച്ചിമാരുടെ അടുത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. ദോശമാവ്, ഇഡ്ലി മാവ്, നൂലപ്പം സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. കാശ് കഴിഞ്ഞില്ലേ അല്ലേ? ഇപ്പൊ കഴിക്കാൻ പറ്റിയത് വല്ല ഉണ്ടാ? പത്തിരി, നമുക്ക് വെജ് മെനു ആണ്. നൂലപ്പം, ദോശമാവ്, വണ്ടി, ചപ്പാത്തി.
നമ്മുടെ വ്ളോഗിൽ ഒട്ടും സുപരിചിതമല്ലാത്തൊരു ഏരിയ ആണ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ വീടുകളൊന്നും ഇല്ലേ ശ്രീ എന്ന് നിങ്ങൾ ചോദിക്കും. തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ വീടുകളുണ്ട്. പക്ഷെ എല്ലാം അതും ഇങ്ങനെ കുറേ ഭൂമിയുള്ളവരുടെ വീടുകൾ ഒരു നടുവിലായിട്ടാണ് വരിക. അവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലേ. ഭാഗ്യനാ കൊണ്ടുവന്നിട്ടത് കേരവള്ളിയാണ് നമ്മൾക്ക് വാഴ കെട്ടാനുള്ളത്. അപ്പോൾ ഭാഗ്യൻ അത് മേടിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടന്നാലോ. പോയി വന്നപ്പോഴാണ് ഞങ്ങളുടെ വല്ലൂര് നാട് വെളിച്ചം വിതറാൻ വേണ്ടിട്ട് വല്ലൂര് നാട് വെളിച്ചം വിതറാൻ വേണ്ടിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസേട്ടൻ ടീംസ് അത് കുറെ ആൾക്കാര് ജില്ലാ പഞ്ചായത്തിന്റെയാണ് ഞങ്ങളുടെ വെളിച്ചം വിതറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ കൊടിമരല്ലേ, കൊടിമരത്ത് നമുക്ക് ലൈറ്റ് ചെയ്തിട്ടുള്ള പരിപാടി ഇല്ലേ. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ എന്താ പറയാ ഹൈമാക്സ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടുത്തെ രക്ഷാധികാരികൾ വരുന്നുണ്ട്. നമ്മുടെ സൈന്യങ്ങളൊക്കെയാണ് അതിന്റെ മേൽനോട്ടക്കാരൻ, തലവൻ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പൊ നമ്മളിവിടെ വരുന്നത് നമ്മുടെ നാട്ടിൽ വരുന്നതല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മളുള്ളൂ. 3-4 വീടാണ് ഇവിടെ നങ്കിടോ. അപ്പൊ നമ്മളാ കുറച്ച് ആൾക്കാർ അത് കണ്ണീരിനെ ആ കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ പറഞ്ഞു നമ്മുടെ നാട്ടിൽ വരുന്നതല്ലേ, നമുക്ക് കപ്പയും ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഒരു അഭിപ്രായത്തിൽ എത്തി നിൽക്കവേ ഞങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. സവാള സവാള നന്നാക്കുന്നു, ഇഞ്ചി നന്നാക്കുന്നു. ഏതാണ്ട് അപ്പുറത്ത് ചിക്കനാണ് വെക്കുന്നത്. അപ്പൊ ചിക്കൻ കഴുകി കോരുന്നു. ഞങ്ങളൊക്കെ റംബൂട്ടാനൊക്കെ വഴുക്കണങ്ങ. പക്ഷെ ഒരു കാര്യം ഞങ്ങളിവിടെ ഏതൊന്നും തിന്നാൻ കിട്ടില്ല. തത്തകളൊക്കെ കൊണ്ടുപോകും മുഴുവൻ. നമ്മുടെ ഒരു മലയോര ഗ്രാമമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ശ്രീ ഇവിടെ പന്നിയുണ്ടോ, കുരങ്ങനുണ്ടോ, മാനുണ്ടോ, മയിലുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പല രീതിയിലുള്ള മൃഗങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ വക സംഭവങ്ങളൊന്നും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പന്നി കുത്തിയിട്ടു എന്നൊക്കെ പറഞ്ഞ് കൊള്ളിയും കപ്പയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചേച്ചിമാരൊക്കെ പറക്കാത്തതും പറക്കണതും ഒക്കെ കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നിനും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മലയോര മേഖല ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തത് നമ്മുടെ സുജാതേച്ചിനെ കൊണ്ടാണ് കേട്ടോ. ഈ പരിപാടി പെട്ടെന്ന് തന്നെ തീർന്നായിരുന്നു. അത് കൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം കരയേണ്ടി വന്നില്ലേ. 3 ആളല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കരഞ്ഞേനെ. അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡെൽസിയാൻ്റെയും സണ്ണിയെങ്കിലും ഡൈലിയിലോ നമ്മുടെ ഇളയമയും കൂടിയിട്ട് ശരിയാക്കി തന്നിട്ടുണ്ട്. ഇളയമ സത്യം പറഞ്ഞാൽ പല്ലുവേദന എടുത്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് ഡെൽസിയാൻ്റി. അങ്ങനെ ബാക്കി പരിപാടികളൊക്കെ അതാ മിക്സിയിലും കൂടി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇരുന്ന് കത്തി വെച്ച് ഞങ്ങൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ചെയ്തു. അതാണ് കപ്പ. ഇതാണ് കപ്പ, ഇതാണ് നമുക്ക് പുഴുങ്ങാനുള്ള കപ്പ. ഏയ് എല്ലാം നന്നാക്കുന്നുണ്ട്. അതെ ഡെൽസിയാൻ്റെയും മേളയമ്മയും ഞാനും കൂടിയിട്ടാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു കുഞ്ഞ് ഫംഗ്ഷൻ പോലെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ റെഡിയാക്കുന്നത്. കപ്പ നമ്മൾ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പഴമുണ്ട്, പഴംപൊരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പഴംപൊരി മസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നിന്നാണ് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒരു പഴംപൊരി ഉണ്ടാവും. നിങ്ങൾ എല്ലാ വ്ളോഗിലും കാണാറുണ്ടല്ലേ. പഴംപൊരി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ നമ്മൾ ഇളയമോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അതും ഇതും ഞാൻ ഇളയമ്മയും ഡെൽസിയാൻ്റെയും കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ഞങ്ങളെ ഏറ്റവും അധികം വിശേഷങ്ങൾ ഞാൻ എല്ലാ വിശേഷങ്ങളും അറിയുന്നത് ഇളയമേലും ഡെൽസിയാൻ്റിൽ നിന്നാണ്. ഞാൻ കുറച്ച് പുറത്തിറങ്ങുന്ന ശീലം കുറവുള്ള ആളാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും പറയുന്നവരാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി എപ്പോഴൊന്നും ഈ ഒരു സിറ്റുവേഷനൊന്നും കിട്ടില്ല. പക്ഷെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞാലും കഴിയില്ല. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ റെഡിയാക്കട്ടെ ഇളയമ്മ. അപ്പോഴേക്കും ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വലിയ അടുപ്പുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇത്രയും വലിയ അടുപ്പുണ്ടാവും. കാരണം നമ്മളിവിടെ വിറകൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ അടുപ്പാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇളമേരെ എടുത്തു കൊണ്ടുവരണം. ഡെൽസിയാൻ്റെ അടുത്ത് അടുപ്പുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് കൊണ്ടുപോകണ്ടേ, നമ്മുടെ വീട്ടിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്
പേസ്റ്റൊക്കെ ആൻറ്റി അവിടെ ഇരുന്ന് നന്നാക്കണത് നിങ്ങൾ കണ്ടുവല്ലോ. അത് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ അളവൊന്നും ഞാൻ പ്രത്യേക രീതിയിൽ പറയണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൈ കണക്കാണ് എല്ലാത്തിനും കേട്ടോ. പിന്നെ ഇട്ട സാധനങ്ങൾ വേണമെങ്കിൽ ഞാൻ അനലിസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. അതായത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൂടാ, പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ തന്നെയാണ്, കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ നന്നായിട്ട് ഇളയമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വരണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ കറി അടിപൊളിയാവുള്ളൂ എന്ന് പറയാറുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു തക്കാളി ഒരു 3-4 എണ്ണം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടോ. ഇനി ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ നമുക്ക് ഈ ചിക്കനൊക്കെ ഇളക്കി കൂട്ടി എന്ത് ചെയ്യാം, നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോഴാണ് വെള്ളം പെട്ടെന്ന് ഇറങ്ങുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ എല്ലാവരുടെ വീട്ടിലും ചിക്കൻ കറി വെക്കാറുള്ളത്. ഇത് ചിക്കൻ കറിക്ക് സ്ഥായിയായ ഒരു റെസിപ്പി ഇതാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഡെൽസിയാൻ്റെ സന്യങ്ങളിലൊക്കെ കൊടുത്തു. അപ്പോൾ സന്യങ്ങളിൽ അത് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അടുപ്പുമെന്ന് മാറ്റി വെച്ച് കുറച്ച് മല്ലിയിലൊക്കെ തൂവി കൊടുത്തത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നമ്മൾ പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പഴംപൊരി ഈ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴംപൊരി റെസിപ്പി ഒന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ബീഫും പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പഴംപൊരി ഉണ്ടാക്കിയായിരുന്നു അല്ലേ. അതിന് ശേഷം നമ്മൾ വീണ്ടും പഴംപൊരി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴംപൊരി ഉണ്ടാക്കൂടെ ചേട്ടന്മാർക്ക് പണിക്ക് വരുമ്പോൾ ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പഴംപൊരി അവർക്ക് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്നെ ആരെങ്കിലും പഴംപൊരി ശ്രീജ അത് വിളിക്കാവോ എൻ്റെ കൃഷ്ണ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒരു കാപ്പിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഡെൽസി ആൻറ്റിയുടെ സ്പെഷ്യൽ കാപ്പി, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കാപ്പി. ഉലുവിടുവാളയിൽ ജീരകമിടും, ചുക്കിൻ്റെ പൊടിയിടും. കണ്ടാ വർത്താനം പറയണ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കൂടിയാൽ ഇങ്ങനെയാന്നേ. ഞങ്ങൾക്കൊരു നമ്മളൊരു ഇടയിൽ ഒരു ഏജ് വൈസ് നമ്മൾ ആക്ച്വലി ഇളയമീൻ ഡെൽസിയാൻ്റെ സന്യങ്ങളൊക്കെ വേറൊരു ജനറേഷനിലല്ലേ വരുന്നത്. ഞാൻ അവരുടെ നെക്സ്റ്റ് ജനറേഷനല്ലേ. പക്ഷേ എൻ്റെ മക്കൾ ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞാൽ ഞാൻ ആലോചിക്കും ഞങ്ങൾ എന്തായി പറഞ്ഞു കൂടണേന്ന്. അത്രയധികം വർത്താനം പറയും ഞങ്ങൾ. പക്ഷെ എപ്പോഴും ഇല്ല കേട്ടോ. അത് ഞാനാണ് മിക്ക ഇളയമീൻ ഡെൽസിയാൻ്റെ ഒക്കെ എപ്പോഴും കാണും, പക്ഷെ ഞാൻ കാണുന്നത് വളരെ കുറവാണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ചൂടാറിയപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ താഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട് കുറച്ച് ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടാറിട്ട റോഡ് വരുന്നത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എക്സ്പ്രഷൻ വരട്ടെ കാപ്പിയുടെ. കപ്പ ഞങ്ങൾ പുഴുക്കാക്കി ഗൈസ്. എല്ലാവർക്കും കപ്പ പുഴുക്ക് വേണമെന്ന് പറഞ്ഞു. ഞൊടിയിടയിൽ കപ്പ പുഴുക്ക് റെഡി. ആക്ച്വലി കപ്പ പുഴുക്ക് ഉണ്ടാക്കാനായിരുന്നില്ലടാ പ്ലാൻ. നമുക്ക് ചെണ്ടൻ കപ്പ പുഴുങ്ങില്ല, അങ്ങനെയായിരുന്നു പ്ലാൻ. എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കപ്പ ഞങ്ങളെ വന്ന് കണ്ടു തെറ്റിപ്പോൾ അങ്ങോട്ട് ഇച്ചിരി വേവും. പിന്നെ ഡെൽസി ആൻറ്റിയുടെ കൈവിരുതല്ലേ കാണണ്ടേ. ഡെൽസി ആൻറ്റി അതിനെ പുഴുക്കാക്കി. അതും ഗംഭീര ടേസ്റ്റ് ഇല്ലേ. അയ്യോ എന്ത് ടേസ്റ്റ് ആയിരുന്നു. വായിലിട്ട് അലിഞ്ഞു പോകുന്ന കപ്പ പുഴുക്ക്. അതും നല്ല എരിവോട് കൂടിയിട്ടുള്ള നല്ല ഗ്രേവിയൊക്കെയുള്ള ചിക്കൻ കറി സെറ്റായി വരുമ്പോഴേക്കും ഞാൻ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാവാടി എടുത്തിട്ട് നമുക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ തിരക്കായി. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാം. ഇതൊക്കെ കൊണ്ട് നമുക്ക് റോഡിന്റെ അവിടേക്ക് പോണേ. നമ്മുടെ വീടിന്റെ മുന്നിൽ ഇതുപോലെ വലിയ പോസ്റ്റുമേ നമ്മൾ ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുള്ളൂ, പിന്നെ നമ്മുടെ പറമ്പുകളിലേക്കും. ഇത് മൊത്തത്തിലാണ് ഈ ഒരു 5 വിളക്ക് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ബസ്സൊക്കെ ഉണ്ടല്ലോ. അനാർക്കലി പോക്ക് വേണ്ട. നമ്മളിന്ന് ഇവിടെ വിളമ്പാൻ പോകുന്ന വിഭവങ്ങൾ കപ്പ പുഴുക്ക്, ചിക്കൻ കറി, ചുക്ക് കാപ്പി. ആർക്കും വരാൻ വന്ന് വിളമ്പി കഴിക്കാം. ഇപ്പൊ വന്നാൽ നിങ്ങൾക്ക് കഴിക്കാം. വീഡിയോ കണ്ടിട്ട് വന്നാൽ കഴിക്കാൻ പറ്റില്ല. കണ്ടോ നോക്ക് അങ്ങോട്ട് നോക്ക്.
ഞങ്ങൾ മൂന്നാളും നല്ല മുഷിഞ്ഞ വേഷത്തിലാന്നല്ലേ. ആക്ച്വലി ഞങ്ങൾക്ക് നേരം ഉണ്ടായില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ്. പിന്നെ ആ ഒരു കപ്പ വെന്തപ്പോഴുള്ള ഒരു വെപ്രാളുണ്ടല്ലോ അതുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കഴിച്ചവരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഇരുട്ടായാലാണ് ലൈറ്റ് തെളിയിക്കുമ്പോൾ അതിൻ്റെ പ്രകാശപൂരിതമാവുള്ളൂല്ലോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗ്രാമം, ഞങ്ങളുടെ ഗ്രാമത്തിലത്തെ ഗ്രാമവാസികളായിട്ടുള്ള ഞങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ. അപ്പോൾ നമുക്കിനി നമ്മുടെ സന്യങ്ങളുടെ പ്രസംഗം കേൾക്കാം. അസ്തമിക്കാത്ത രാത്രി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അതിനെ സഹായിച്ച ജില്ലാ പഞ്ചായത്തിനോടും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസിനോടും അതുപോലെ തന്നെ ചെറിയ വെച്ച ഗ്രാമപഞ്ചായത്തിനോടും ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സഹകരിച്ച കലക്ടറും ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ വലിയ നന്ദി പറയുകയാണ്. പിന്നെ ഈ ഉദ്ഘാടന കർമ്മത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാരോടും നല്ലവരായ നാട്ടുകാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി അവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തു, ഇവിടെയും കൂടി സ്വിച്ച് ഓൺ ചെയ്ത് ഇതും കൂടെ കത്തിക്കുന്ന ഒരു ചടങ്ങാണ് ഇത് നടക്കാൻ പോണെ. ജില്ലാ പഞ്ചായത്തിന് പ്രസിഡന്റിനെ ക്ഷണിച്ചു. ഇപ്പോൾ കൃത്യമായി അല്ലേ? അങ്ങനെ ഗ്രാമം ദാ പ്രകാശപൂരിതമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൻ്റെ വലിയ സന്തോഷമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ തോന്നും ഇതൊക്കെയാണോ വ്ളോഗ് എന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഷെയർ ചെയ്യാനുള്ളൂ. എൻ്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങളെ ഇതുപോലെ അറിയിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടും ഞങ്ങളുടെ നാട്ടുകാരൊക്കെ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതാണ് പ്രിൻസേട്ടനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അനിയൻ കനിഷ്കൻ കണ്ണൻ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സഹധർമ്മിണി രശ്മി. അങ്ങനെ എല്ലാവരും, ഞാൻ പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊന്നും അങ്ങനെ പേഴ്സണലി നമ്മളറിയുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ അറിയാറില്ല കേട്ടോ. ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ ഓരോരുത്തരൊക്കെ ആയിട്ട് പരിചയപ്പെടാറുള്ളത്. അങ്ങനെ എല്ലാവരും നാനാഭാഗത്തു നിന്നുള്ളൊരു നമ്മുടെ ലൈറ്റ് കത്തുന്നത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. താങ്ക് യു. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമുക്ക് ലൈറ്റ് അനുവദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്ന് പറയുന്ന ആളാണ്. നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ അടുത്ത സുഹൃത്തും എൻ്റെ സഹോദരിയുടെ കൂടെ പഠിച്ച ആളും കൂടെയാണ്. നമ്മൾ വിളിച്ച ഏത് സമയത്തും നമ്മുടെ കൂടെ വരുന്ന ഒരാളും കൂടിയാണ്. ആള് നമ്മുടെ ഭാഗത്തേക്ക് 2 ലൈറ്റുകൾ അനുവദിച്ചു തന്നു. വലിയൊരു സന്തോഷമായി. ഉണ്ണിമോനെ ഭാഗ്യരാജിനെ ഏറ്റവും അധികം എന്നോട് എപ്പോഴും പറയണം, നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വരും സണ്ണിച്ചേട്ടാ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അതങ്ങോട്ട് യാഥാർത്ഥ്യമായി. അതിന് പ്രത്യേകം ഭാഗ്യരാജ് എനിക്ക് ചെലവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിൻസാറിനോടെ ഇതിനു മുമ്പ് ഒരു ചടങ്ങിന് ഇവിടെ വന്നതാണ്. ഇവിടെ കളിച്ചിത്രയിൽ വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു 3 മാസം മുമ്പ് 3-3.5 മാസമല്ലായിട്ടുള്ളൂ. അന്നാണ് ഈ വിഷയം ആദ്യമായിട്ട് പറയണത്. എത്ര പെട്ടെന്ന്, അതായത് 3 മാസം കൊണ്ട് നമുക്ക് ഇവിടെ ഈ സംഭവം സാധ്യമാക്കി തന്നു എന്നുള്ളതാണ്. ഞങ്ങള് മലയോരവാസികളുടെ ആവശ്യം ഇത്രയും പെട്ടെന്ന് അംഗീകരിച്ചതിൽ ഒരുപാട് നന്ദി. മലയോരവാസികൾ എന്ന് പറയുന്നതില്ല, എൻ്റെ വീട് യഥാർത്ഥത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. ഞാൻ വേലുപ്പാടംകാരനാണ്. എൻ്റെ തറവാട് വേലുപ്പാടത്താണ്. ഇപ്പോൾ 15 കൊല്ലം മാത്രമായിട്ടുള്ളൂ ഞാൻ ആമ്പല്ലൂർ താമസാക്കിയിട്ട്. എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യം തറവാട്ടിൽ വരുന്ന ഒരാളാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഏറ്റവും ഒരു 30 വർഷമെങ്കിലും ചുരുങ്ങിയത് എനിക്ക് ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ്. 25 വർഷമായിട്ട് പ്രിൻസേട്ടനെ നമ്മൾ അറിയണതാ. പ്രിൻസേട്ടൻ നമ്മളെയും അറിയണതാ. ആമ്പല്ലൂർ കച്ചവടമുള്ള സമയത്ത് തൊട്ട് പ്രിൻസേട്ടൻ നമ്മുടെ കസ്റ്റമർ കൂടിയായിരുന്നു. പച്ചക്കറിയൊക്കെ മേടിച്ച് പോണൊരു ഇതാണ്. എന്തായാലും നിങ്ങളുടെ ഒരാവശ്യം പെട്ടെന്ന് തന്നെ അത് നിവർത്തിക്കാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം ഈ സന്തോഷം പങ്കിടാൻ കഴിഞ്ഞതിലും ഏറെ അഭിമാനമുണ്ട്. ഇനിയും ഈ പ്രദേശത്തിന്റെ വികസനത്തിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കനിഷ്കൻ മുന്നിട്ടാണ്. വളരെയധികം ആത്മാർത്ഥമായിട്ട് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണെന്ന് പറയാം. ഇത് കഴിഞ്ഞ് അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ നല്ല മനോഹരമായ കപ്പയും പിന്നെ ചിക്കൻ കറിയും എല്ലാം സ്വന്തം ചെലവിൽ നാട്ടുകാർ ഒരുക്കി അതിൽ കൂടി പങ്കെടുക്കാൻ അതെ, ശ്രീകുട്ടിയുടെ സ്പെഷ്യൽ പഴംപൊരി എന്ന് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് ആ പഴംപൊരിക്കും. അപ്പൊ ഞാനൊരു പുതിയ മോഡൽ, ആളുകൾ ബീഫും പഴംപൊരി എന്നാ പറയാറ്. അപ്പൊ തൽക്കാലം ഞാൻ ആ പഴംപൊരിയുടെ ഒപ്പം ഇച്ചിരി ചിക്കനും കൂടി ഇട്ട് കഴിച്ചു. നന്നായി ശ്രീകുട്ടി, നന്ദി. നിലാവുറങ്ങാത്ത വല്ലൂർ നടാമ്പാടം. നമ്മുടെ നാട്ടില് ഇപ്പോൾ ഈ ജനാധിപത്യപരമായ രീതിയിലുള്ള സംവിധാനങ്ങൾ കയറി വരുന്ന സമയത്ത് നമുക്ക് സ്വാധീനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും വരുന്ന സമയത്ത് നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു തിയറി.
നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് വളർന്നു വരുന്ന തലമുറകൾക്ക് ഒരു വെളിച്ചം അവരുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു മാതൃകയാവുന്ന തരത്തിലേക്ക് ഇങ്ങനെയൊക്കെ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ഉള്ള സമയത്ത് അത് ഉപയോഗിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗമനപരമായ ഒരു പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ഈ വലിയൊരു നാടിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏക മനസ്സാണ്. ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയ ജാതിമത തർക്കങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ആ ഒരു നന്മയിലൂടെ തന്നെ ഈ ഗ്രാമം, നമ്മുടെ ഗ്രാമം മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളെപ്പോലുള്ള യുവ തലമുറ ആഗ്രഹിക്കുന്നത്. എനിക്ക് പ്രിൻസ് ഒരു പരിപ്പോടയും കൂടെ കിട്ടിയിട്ടോ. അങ്ങനെ എനിക്കൊരു സ്പെഷ്യൽ പരിപ്പടയും കിട്ടി. ശ്രീകുട്ടൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മേരെ പുഴുക്ക് അവ കപ്പ തിന്നാത്ത ആളാണ്, അവ കപ്പ പോലും കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പ്രിൻസേട്ടൻ എല്ലാവരും കൂടി പോവാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടും വീട്ടിലത്തെ പരിസരവും വിശേഷങ്ങളും ഒക്കെ. ഇനിയിപ്പോൾ എപ്പോഴും നിങ്ങൾ എൻ്റെ വ്ളോഗിൽ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും മടങ്ങുകയാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട്. അങ്ങനെ ഇനി എന്താ, ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ വീട്. എന്തൊരു വിളിച്ചാലേ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മിന്നി തിളങ്ങുന്നു. വയ്യാണ്ടായേ വയ്യാണ്ടായേ, അയ്യോ ഒരു ഓലക്കീറെടുത്തോ. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് വലിയ കാര്യമായിട്ട് ബാക്കിയൊന്നും വന്നില്ല ആലോചിച്ചാ? ഇല്ല, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്കും കഴിക്കാനുള്ളതുണ്ട്. ഞങ്ങൾ കഴിച്ചു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും? ഇപ്പോഴത് നന്നായേ. മറ്റേ തെണ്ട പുഴുങ്ങണേക്കാളും നന്നായത് ഇതാ. വേവ് കൂടിപ്പോ ഒരു വേറൊരു അഭ്യാസം കാണിച്ചേ. അച്ചുട്ടി കഴിക്കുന്നത് ഇളമാ. അങ്ങനെ ഇളമാ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ നാട്ടില് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് പ്രകാശപൂരിതമായിരിക്കുകയാണ് ഞങ്ങളുടെ നാട്, അല്ലേ ഏട്ടാ? എങ്ങും എങ്ങും തിളങ്ങി പ്രകാശിക്കും എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ വല്ലൂരിൽ തിളങ്ങും. ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഒതുക്കി പറക്കൽ പരിപാടികളോടെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ യാന്ത്രികമല്ല ജീവിതമല്ലേ. ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും ഓരോ ദിവസങ്ങളും ഇങ്ങനെ യാന്ത്രികമായി കടന്നു പോവാണെന്ന്. വലിയ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ആസ്വദിക്കാൻ പഠിച്ചാൽ ഇത് സിമ്പിളാണ്. ചേച്ചിമാരല്ല ഇളമയും നെൽസേച്ചും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് എന്നിട്ടാട്ട പോയത്. എനിക്ക് കിച്ചണിങ്ങനെ ഒതുക്കുക മാത്രമേ ഉള്ളൂ. എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു വന്നു. അങ്ങനെ ആടിയും പാടിയും ഞങ്ങൾ ഇവിടെയും ഈ പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കി. ടാറ്റാ. ചട്ടിക്കലൊന്നും കാണാല്ല ചേട്ടാ. ഫുഡ് കഴിക്കാൻ പോവാടാ. അപ്പോൾ ടയേർഡായി നന്നായിട്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.